വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 434, അതായത് ഇന്നിറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഒഫീഷ്യലായിട്ട് യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ആ ഒരു പ്രോമോയിലോട്ട് പോവാം. അതിൻ്റെ തുടക്കത്തെ സീന് തന്നെ ലച്ചുവും ബാലുവും ഒരു കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് ബാലു ദേഷ്യത്തോടെ ഒരു സോഫയിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ലച്ചു പിന്നിൽ തന്നെ സംസാരിച്ചിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ലച്ചു പറയുന്നുണ്ട്, അച്ഛൻ ഇതൊന്നും മനഃപൂർവ്വം സംഭവിച്ചതല്ല, പറ്റിപ്പോയതല്ലേ എന്ന രീതിക്ക് ബാലുവിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ബാലു ദേഷ്യത്തോടെ മനഃപൂർവ്വം ചെയ്തത് തന്നെ എന്ന രീതിക്ക് ദേഷ്യപ്പെട്ട് കത്തി സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് വന്നിട്ട് കേശു പറയുന്നുണ്ട്, 5 മക്കളുടെ അച്ഛനും ജന്മിയുമായ എൻ്റെ അച്ഛനെ കല്യാണത്തിന് ഒരുക്കി കൊണ്ടുപോയിട്ട് അപമാനിച്ച് തിരിച്ചു കൊണ്ടുവന്ന് വിട്ടല്ലേ എന്ന രീതിക്ക് ലച്ചുവിനോട് ദേഷ്യത്തോടെ കത്തി കേശുവും ചീത്ത പറയുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത സീനിൽ ലച്ചുവും ദിയയും ഇവിടെ നിൽക്കുമ്പോൾ ദിയ ബാലുവിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ കാണിക്കുന്നുണ്ട്. അതായത് മോള് കൊണ്ടുപോയി അപമാനിച്ച് വിട്ടു എന്ന് പറഞ്ഞ് മരുമോൾ അങ്ങനെ ചെയ്യുമോ എന്ന രീതിക്ക് ലച്ചുവിനെ കുറച്ച് താഴ്ത്തി കെട്ടിയിട്ട് ദിയ തന്നെ കുറച്ച് പുകഴ്ത്തി പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീനിനെ ബാലു ലച്ചുവിനോട് പറയുന്നുണ്ട്, ഒരു വ്യക്തിയെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് ദിയെ മോളെ കണ്ടു പഠിക്കണം എന്ന രീതിക്ക് ദിയെ പുകഴ്ത്തിയിട്ട് ലച്ചുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ദേഷ്യത്തോടെ ലച്ചു കേശുവിനോട് പറയുന്നുണ്ട്, കല്യാണങ്ങളൊക്കെ ഇനി വരുമല്ലോ, അപ്പം ഞാൻ അച്ഛനെ കയ്യിലെടുത്തോളാം എന്ന രീതിക്ക് ലച്ചു കേശുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ കേശു തിരിച്ചു പറയുന്നുണ്ട്, അച്ഛനിനി ചേച്ചിയോടൊപ്പം കല്യാണത്തിന് വന്നാലല്ലേ ചേച്ചിയെ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ എന്ന രീതിക്ക് പറയുന്നുണ്ട്. ആ പ്രോമോൻ്റെ അവസാനം ബാലു ഒരു വെല്ലുവിളിക്കുന്ന പോലത്തെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഇനി മേലാൽ കുഴിപ്പള്ളത്തെ ഒരു കല്യാണത്തിന് ഞാൻ നിൻ്റെ ഒപ്പം വരില്ല എന്ന രീതിക്ക് ബാലു പറയുന്നുണ്ട്. അതോടെ ആ ഒരു പ്രോമോ ഉണ്ടായി. പ്രോമോ ഫുള്ളായിട്ട് ഒരു ആങ്കർ മൂഡിൽ നിൽക്കുന്ന പോലെയാണ്. എല്ലാ ക്യാരക്ടേഴ്സും അത്രത്തോളം ഹൈപ്പറിൽ സംസാരിക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. ബാലു ആയിക്കോട്ടെ, ലച്ചു ആയിക്കോട്ടെ, കേശു ആയിക്കോട്ടെ, എല്ലാവരും ഭയങ്കര ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ലച്ചു ബാലുവിനെയും വിളിച്ചിട്ട് കുഴിപ്പള്ളത്തെ ഒരു കല്യാണത്തിലേക്ക് പോകുന്നു. അവിടെ പോയിട്ട് അവർ ബാലുവിനെ ചെറുതായിട്ട് അപമാനിക്കുന്ന പോലെ ബാലുവിന് ഫീൽ ആവുന്നു. ബാലു അവിടുന്ന് ദേഷ്യത്തോടെ വരുന്നു. എന്നിട്ട് ചിലപ്പോൾ സാഹചര്യവശാൽ അങ്ങനെ നടക്കുന്നതായിരിക്കാം. വീട്ടിലെത്തിയിട്ട് ലച്ചു സോറി പറയുന്നു, അറിയാണ്ട് നടന്നാണ്, മനഃപൂർവ്വം സംഭവിച്ചൊന്നും അല്ലല്ലോ എന്ന രീതിക്ക് ബാലുവിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ബാലു ഒട്ടും കൺവിൻസ് ആവുന്നില്ല. ഇനി ഒരിക്കലും കുഴിപ്പള്ളത്തെ കല്യാണത്തിന് നിൻ്റെ ഒപ്പം വരില്ല എന്ന രീതിക്ക് അടക്കം ബാലു പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ബാലു അപമാനപ്പെട്ടു എന്ന് കേട്ടിട്ട് കേശു വയലൻ്റ് ആവുന്നുണ്ട്. ബാലുവിനെ സപ്പോർട്ട് ചെയ്ത് കുറേ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ ഗോൾ അടിക്കാനായിട്ട് ദിയ ശ്രമിക്കുന്നുണ്ട്. ദിയ വന്നിട്ട് ലച്ചിനെ അതിനെ താഴ്ത്തി കെട്ടിയിട്ട് ആ ഒരു സ്ഥാനം പിടിച്ചെടുക്കാനായിട്ട് മോളല്ലേ കൊണ്ടുപോയി അപമാനിച്ചത്, മരുമോളുടെ ഒപ്പം വാ എന്ന രീതിക്കൊക്കെ പറഞ്ഞ് ആ ഒരു ഗ്യാപ്പിൽ ദിയ കയറി പറ്റാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് മെയിൻ ഹൈലൈറ്റ് ബാലു അപമാനപ്പെടുന്നത് തന്നെയാണ്. അതായത് ലച്ചു വിളിച്ചുകൊണ്ട് പോയിട്ട് ബാലു അപമാനപ്പെടുന്നത് പോലെ തന്നെയാണ് കാണിക്കുന്നത്. അതിൻ്റെ പേരിൽ ലച്ചുവിൻ്റെയും ബാലുവിൻ്റെയും തമ്മിലുള്ള ആ ഒരു കോംബോ അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഏതായാലും ബാലുവിൻ്റെയും ലച്ചുവിൻ്റെയും കോംബോ അടിപൊളി കോംബോ ആണെന്നുള്ളതൊക്കെ ഇതിന് മുമ്പത്തെ വന്ന എപ്പിസോഡുകളൊക്കെ നമുക്ക് വ്യക്തമാണ്. കാരണം അത്രത്തോളം ഹിറ്റായ എപ്പിസോഡുകളിലൊക്കെ ഇവരുടെ കോംബോ ഉണ്ടായിട്ടുണ്ട്. ഇവർ ഫൈറ്റ് കൂടുന്ന പോലെയും അങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെ അടിപൊളി എപ്പിസോഡ് തന്നെയാണ് ഇപ്പോൾ മോളെ ഇതുവരെ വന്നിട്ടുള്ളത്. സീസൺ 2 ആരംഭിച്ച് കുറേ എപ്പിസോഡുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള എപ്പിസോഡ് തന്നെയാണ്. ഇതും അങ്ങനത്തെ ഒരു എപ്പിസോഡായിരിക്കുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് കാണാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പും മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.